ഓം ശാന്തി. പന്ത്രണ്ട് 12/79. बाबा वाणी सारम. रूहानी अलंकार और उनसे सजी हुई मूर्ति. ആത്മീയ അലങ്കാരവും ആത്മീയ അലങ്കാരത്താൽ അലങ്കരിക്കപ്പെട്ട മൂർത്തികളും. ബാബ പറയുകയാണ്, बाप दादा अपने सर्व बच्चों को आज विशेष अलंकारी स्वरूप में देख रहे हैं. ബാപ് ദാദ ഇന്ന് തന്റെ എല്ലാ മക്കളെയും വിശേഷിച്ചും അലങ്കാരി രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരേക് കി സജി സജായി അലങ്കാർധാരി അതിസുന്ദർ മൂർത്ത് ദേഖ് രഹേ ഹെ. ഓരോ കുട്ടികളുടെയും അലങ്കരിക്കപ്പെട്ട അലങ്കാരധാരികളായ അതിസുന്ദരമായ മൂർത്തികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്നെ ആപ്കോ ദേഖാ ഹെ, സ്വയം സ്വയത്തെ കണ്ടോ. കോൺ കോൺ സെ അലങ്കാർ ധാരൺ കിയേ ഹുയേ ഹെ. ഏതേതെല്ലാം അലങ്കാരങ്ങളാണ് കുട്ടികൾ ധാരണ ചെയ്തിരിക്കുന്നത്. അപ്നെ റുഹാനി അലങ്കാരോं की सजावट को सदा धारण कर चल रहे हो. തന്റെ ആത്മീയ അലങ്കാരങ്ങളുടെ ആ ആഭരണങ്ങളെ അലങ്കാരങ്ങളെ സദാ ധാരണ ചെയ്തിട്ടാണോ കുട്ടികൾ പ്രവർത്തിക്കുന്നത്. आज अमृत वेले हर एक बच्चे की सजी सजाई हुई मूर्त देखी. ബാബ പറയുകയാണ്, ഇന്ന് അമൃതവേളയിൽ ഓരോ കുട്ടികളുടെയും അലങ്കരിക്കപ്പെട്ട മൂർത്തിയെ കണ്ടു, രൂപത്തെ കണ്ടു. ക്യാ ദേഖാ. ബാബ എന്താണ് കണ്ടത്. ഹരേക് ബച്ച അതിസുന്ദർ ഛത്ര ഛായ കെ നീച്ചെ ബൈഠാ ഹുവാ ഹി. ഓരോ കുട്ടിയും അതിസുന്ദരമായ ഒരു കുടയുടെ കീഴിൽ ഇരിക്കുകയാണ്. ജിസ് ഛത്രഛായ കെ നീച്ചെ ഹോനെ കെ കാരണം പ്രകൃതി और माया के वार से बचे हुए थे. അങ്ങനെയുടെ ഒരു കുടയുടെ കീഴിൽ ഇരിക്കുന്നത് കാരണം പ്രകൃതിയുടെയും മായയുടെയും യുദ്ധത്തിൽ നിന്നും കുട്ടികൾ വളരെ സുരക്ഷിതരായി ഇരിക്കുകയായിരുന്നു. बहुत रूहानी सेफ्टी के साधन के अंदर थे. വളരെയധികം ആത്മീയമായിട്ടുള്ള ഒരു സുരക്ഷാ മാർഗത്തിനുള്ളിലായിരുന്നു കുട്ടികൾ. സരാസ സൂക്ഷ്മ വൈബ്രേഷൻ ഭി ഛത്രഛായ കെ അന്തർ പഹുഞ്ച് നഹി സക്ത. അല്പം പോലും സൂക്ഷ്മ വൈബ്രേഷൻ പോലും ആ കുടയുടെ ഉള്ളിലേക്ക് എത്തിച്ചേരില്ലായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയുടെയോ മായയുടെയോ യുദ്ധത്തിനുള്ള ഏതെങ്കിലും സൂക്ഷ്മ വൈബ്രേഷൻ പോലും ആ കുടയുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ലായിരുന്നു. ഐസി ഛത്രഛായ കെ അന്തർ വിശ്വ കല്യാൺ കി സേവ കെ ജിമ്മേവാരി കെ താജ് ധാരി ബൈഠേ ഹുയേ ഥി. ഇങ്ങനെയുള്ള ആ ഒരു കുടയുടെ ഉള്ളിൽ ഈ വിശ്വമംഗളത്തിന്റെ സേവയുടെ ഉത്തരവാദിത്വത്തിന്റെ കിരീടം ധരിച്ചുകൊണ്ട് കുട്ടികൾ ഇരിക്കുകയായിരുന്നു. കുട്ടികളുടെ ശിരസിൽ ഒരു കിരീടം ഉണ്ടായിരുന്നു. അത് വിശ്വമംഗളത്തിന്റെ സേവയുടെ ഉത്തരവാദിത്തമാകുന്ന കിരീടമായിരുന്നു. ഡബിൾ താജ് ബഹുത് സുന്ദർ സജ് രഹാ ഥാ. ഡബിൾ കിരീടമായിരുന്നു, വളരെ സുന്ദരമായിട്ട് അത് അലങ്കരിച്ചിരുന്നു. ഏക് സമ്പൂർണ്ണ പ്യൂരിറ്റി കെ ഹിസാബ് സെ ലൈറ്റ് കാ ക്രൗൺ. അപ്പൊ ഒരു കിരീടം എന്ന് പറയുന്നത്, ഡബിൾ കിരീടം ഉണ്ടായിരുന്നു. അതിൽ ഒരു കിരീടം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പവിത്രതയുടെ ആധാരത്തിലുള്ള കണക്ക് വെച്ചിട്ടുള്ള പ്രകാശ കിരീടമായിരുന്നു. ദൂസര സേവാ കാ താജ്. രണ്ടാമത്തെ കിരീടം സേവയുടെ കിരീടം. ഇസ്മേ നമ്പർ വാർ ഥി. ഇതില് കുട്ടികൾ നമ്പർ വൈസ് ആയിരുന്നു. കിസി കിസി ബच्चे का प्यूरिटी की 3 स्टेजेस संकल्प, बोल और कर्म के लाइट का क्राउन
एक तो फैला हुआ स्यादा था. ചില കുട്ടികളുടെ പവിത്രതയുടെ കിരീടം, അതായത് 3 കാര്യങ്ങളുടെ സങ്കല്പം, വാക്ക്, കർമ്മം, ഈ 3 കാര്യങ്ങളുടെയും പവിത്രതയുടെ കിരീടം, അതായത് പവിത്രതയുടെ പ്രകാശ കിരീടം വളരെ വിസ്താരത്തിൽ വ്യാപിച്ചിരുന്നു. जितने तीनों स्टेज की प्यूरिटी उसी अनुसार लाइट का क्राउन चारों ओर अपना प्रकाश फैला रहा था. അപ്പൊ എത്രത്തോളം മനസ്സ വാച കർമ്മണ പവിത്രതയുണ്ടോ അതനുസരിച്ച് ആ പ്രകാശത്തിന്റെ കിരീടം 4 പാടും തന്റെ പ്രകാശത്തെ വളരെയധികം വ്യാപിപ്പിച്ച് ഇരിക്കുകയായിരുന്നു. കിസിക സ്യാദാ തോ കിസിക കം ഥ. ചില കുട്ടികളുടെ ആ പ്രകാശ കിരീടത്തിന് വലിപ്പം കൂടുതലായിരുന്നു, ചിലർക്ക് കുറവായിരുന്നു. സാത് സാത് സേവാ കി ജിമ്മേവാരി കെ അനുസാർ ലൈറ്റ് കി പവർ മേം അന്തർ ഥ. അതിനോടൊപ്പം തന്നെ സേവയുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിന്റെ ആധാരത്തിൽ ഈ പ്രകാശത്തിന്റെ ശക്തിയിൽ വ്യത്യാസവും ഉണ്ടായിരുന്നു. അർത്ഥാത് പെർസെന്റേജ് മേ ഫറക് ഥ. അതായത് ആ പ്രകാശത്തിന്റെ ശതമാനത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു സേവയുടെ ഉത്തരവാദിത്വത്തിന്റെ ആധാരത്തിൽ. അതായത് ഓരോ കുട്ടികളും ബാബയുടെ സേവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഓരോ ശതമാനത്തിലാണ്. അപ്പൊ ആ ശതമാനത്തിന്റെ വ്യത്യാസവും ആ കിരീടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. कोई 10 पावर के तो कोई 1000 पावर के परसेंटेज और फैलाव अनुसार ഭിന്ന ഭിന്ന നമ്പർവാർ താജ്ധാരി थी. ചില കുട്ടികളാണെങ്കിൽ 10% ശക്തിയുള്ള തരത്തിലായിരുന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത്. അപ്പൊ അവരുടെ കിരീടം അതിനനുസരിച്ചിട്ടായിരുന്നു. ചിലരുടെ ഉത്തരവാദിത്വം 1000% അത്രയും ശക്തിശാലി, വളരെ ഉയർന്ന ശക്തിശാലിയായിട്ടുള്ള ഉത്തരവാദിത്തമായിരുന്നു. അത്രയും ആത്മാർത്ഥതയോടുകൂടി അവർ വിശ്വസേവനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള കിരീടമായിരുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ്. അതായത് ശക്തി, എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് എത്രയാണ്, അതേപോലെ പവിത്രതയുടെ ശതമാനം എത്രയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുട്ടികളുടെ കിരീടങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നമ്പർ വൈസ് ആയിട്ടുള്ള കിരീടധാരികളെ ആയിരുന്നു അവിടെ കണ്ടത്. ജിത്തനെ താജ് മേ നമ്പർ ഥേ ഉസി അനുസാർ ഛത്രഛായ മേ ഭി ഫറക് ഥ. എത്രത്തോളം കിരീടത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നോ അതിനനുസരിച്ച് ആ കുടയുടെ ആ നിഴലിനും ആ തണലിനും വ്യത്യാസമുണ്ടായിരുന്നു. किसी की छत्रछाया इतनी बड़ी थी जो उसी छत्रछाया के अंदर कार्य कर सकती थी. ചിലർക്ക് കിട്ടിയ ആ ഒരു തണൽ എന്ന് പറയുന്നത് വളരെ വിശാലമായിരുന്നു. അവർക്ക് ആ തണലിനുള്ളിൽ ഇരുന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. സാരേ വിശ്വ കാ ഭ്രമൺ ഛത്രഛായ കെ അന്തർ കർ സക്തേ ഥി. അവർക്ക് ആ കുട്ടികൾക്ക് ആ തണലിൽ ഇരുന്നു കൊണ്ട് തന്നെ മുഴുവൻ വിശ്വത്തിലും ഭ്രമണം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. ഇത്തിനി ബേഹദ് കി ഛത്രഛായ ഥി और किसी किसी की യഥാശക്തി നമ്പർവാർ ഹദ് കി ഥി. അപ്പം ചില കുട്ടികളുടെ ആ തണൽ എന്ന് പറയുന്നത് വളരെ വിശാലമായിരുന്നു. അവർക്ക് വിശ്വത്തിന്റെ മുഴുവൻ ഭ്രമണം നടത്താൻ ആ തണലിനുള്ളിൽ ഇരുന്ന് കഴിയുമായിരുന്നു. പക്ഷെ മറ്റ് ചില കുട്ടികളുടെ തണൽ, അവർക്ക് ലഭിച്ച തണൽ എന്ന് പറയുന്നത് യഥാശക്തി നമ്പർ വൈസ് ആയിരുന്നു, പരിധിയുള്ളതായിരുന്നു. ചിലർക്ക് പരിധിയില്ലാത്ത തണലും കിട്ടി, ചിലർക്ക് പരിധിയുള്ള തണലായിരുന്നു. ऐसी हद की छत्रछाया के अंदर बैठे हुए अर्थात अपने पुरुषार्थ के अंदर सदा याद के बजाय नियम प्रमाण समय प्रमाण याद में रहने वाले. അപ്പോൾ ഈ പരിധിയുള്ള തണലിനുള്ളിൽ ഇരുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്റെ പുരുഷാർത്ഥത്തിന്റെ ഉള്ളിൽ സദാ ബാബയെ ഓർമ്മിക്കുന്നതിന് പകരം നിയമം അനുസരിച്ച് അല്ലെങ്കിൽ സമയമനുസരിച്ച് ബാബയെ ഓർമ്മിക്കുന്നവരായിരുന്നു. 4 ഘണ്ടെ വാലെ 8 ഘണ്ടെ വാലെ അർത്ഥാത് യാദ് കോ ഭി ഹദ് മേ ലാനെ വാലെ. അതായത് സദാ ബാബയെ ഓർമ്മിക്കണം എന്നതിന് പകരം 4 മണിക്കൂർ ഓർമ്മിക്കുന്നവർ, 8 മണിക്കൂർ ഓർമ്മിക്കുന്നവർ, അതായത്
ഓർമ്മയെ പരിധിയില്ലാത്തതിൽ നിന്നും പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവന്നവർ. അവരാണ് പരിധിയുള്ള ചെറിയ തണലിൽ ഇരുന്ന കുട്ടികൾ. യാദ് ബേഹദ് കെ ബാത് കി ഹി. വാസ്തവത്തിൽ ഓർമ്മിക്കേണ്ടത് പരിധിയില്ലാത്ത ബാബയാണ്. ലേക്കിൻ യാദ് കർനെ വാലോനെ ബേഹദ് കി യാദ് കോ ഭി ഹദ് മേ ലാ ദിയാ ഹി. അപ്പൊ പരിധിയില്ലാത്ത ബാബയാണ് ഓർമ്മിക്കേണ്ടതെങ്കിലും ഈ ഓർമ്മിക്കുന്ന കുട്ടികൾ പരിധിയില്ലാത്ത ഓർമ്മയെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. സംബന്ധ അവിനാശി ഹി ലേക്കിൻ സംബന്ധ നിഭാനെ വാലോനെ സമയ നിശ്ചിത് കർ വിനാശി കർ ദിയാ ഹി. അപ്പൊ സംബന്ധം യഥാർത്ഥത്തിൽ അവിനാശിയാണ്. സദാ സർവസംബന്ധത്തിലും ബാബ നമ്മളുടെ കൂടെയുണ്ട്. പക്ഷെ ഈ സംബന്ധം അനുഭവിക്കേണ്ട കുട്ടികൾ സമയം ഫിക്സ് ചെയ്ത് ഇത്ര മണിക്കൂർ ഇന്ന സംബന്ധം എന്നുള്ള രീതിയിൽ സമയം ഫിക്സ് ചെയ്ത് അവിനാശി സംബന്ധത്തെ വിനാശിയാക്കി മാറ്റി. കഭി ബാപ് സേ സമ്പത്ത്, कभी व्यक्ति से संबंध, कभी वैभवों से संबंध, कभी अपने ही पुरानी संस्कार और स्वभाव के साथ संबंध. അപ്പൊ ചില സമയത്ത് അവർക്ക് ബാബയോടെ സംബന്ധം, ചില സമയത്ത് മറ്റു വ്യക്തികളോടായിരിക്കും അവർക്ക് സംബന്ധം, ചില സമയത്ത് മറ്റു വസ്തു വൈഭവങ്ങളോടെ സംബന്ധം, ചില സമയത്ത് അവരവരുടെ തന്നെ പഴയ സ്വഭാവ സംസ്കാരങ്ങളോടായിരിക്കും സംബന്ധം ഉണ്ടാകുക. लेने के लिए तो അവിനാശി അധികാർ ഹെ, അവിനാശി വർഷ ഹെ. കുട്ടികൾക്ക് എടുക്കാനുള്ളത് വാസ്തവത്തിൽ അവിനാശിയായിട്ടുള്ള അധികാരവും അവിനാശിയായിട്ടുള്ള സമ്പത്തുമാണ്. लेने में फ्रागदिल है और देने में कहाम कहाम इकोनॉमी देने करते हैं. ബാബ പറയുന്നു, എടുക്കുന്ന കാര്യത്തിൽ കുട്ടികൾ വളരെ വിശാല ഹൃദയമുള്ളവരാണ്. പക്ഷെ നൽകുന്ന കാര്യത്തിൽ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾ എക്കണോമി പാലിക്കുന്നു, മിതവ്യയം പാലിക്കുന്നു. അതായത് എടുക്കുമ്പോൾ വിശാലതയോടുകൂടി എടുക്കുന്നു, പക്ഷെ കൊടുക്കേണ്ട സമയത്ത് അതിനകത്ത് പിശുക്ക് കാണിക്കുന്നു. എക്കണോമി കൈസെ കർത്തേ ഹോ വഹ് ജാൻതേ ഹോ. ബാബ ചോദിക്കുന്നു, കുട്ടികൾ ഈ മിതവ്യയം കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൈ ബച്ചേ ബഡി ഹോഷിയാരി സേ ബാപ് സേ രൂഹ് റിഹാൻ കർത്തേ ഹി. ചില കുട്ടികൾ വളരെ സാമർഥ്യത്തോടെ ബാബയുമായിട്ട് ഇങ്ങനെ ആത്മീയ സംഭാഷണം ചെയ്യാറുണ്ട്. ക്യാ കഹത്തെ ഹെ ബാബ. അപ്പോഴെന്താ കുട്ടികൾ പറയണത്? ഫലാനി ഫലാനി ബാത്നേം ഇത്തനാത്തോ പരിവർത്തൻ കർലിയാ ഹെ. കുട്ടികളെ ബാബയോട് ഇങ്ങനെ ആത്മീയ സംഭാഷണത്തിൽ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങളിൽ ബാബ ഞാൻ ഇത്രയൊക്കെ മാറ്റം കൊണ്ടുവന്നു കേട്ടോ എന്ന് ബാബയോട് പറയാറുണ്ട്. ബാക്കി ധോഡാ സാ ഹെ വോ ഭീ ഹോ ജായേഗ. ബാക്കി കുറച്ചുകൂടി മാറ്റമേ വരുത്താനുള്ളൂ, അതൊക്കെ അങ്ങ് നടന്നോളും ബാബ എന്ന രീതിയിൽ ബാബയോട് സംസാരിക്കാറുണ്ട്. ഇത്തന ധോടാത്തോ ഹോഗാ ഹീന. ഇത്രയൊക്കെ എന്തായാലും ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാകും, ഇത്രയല്ലേ ഉള്ളൂ. ലേനേനെ ഐസെ നഹി കർത്തേ ധോടാ ധോടാ വേദോ. പക്ഷെ ബാബ പറയുകയാണ്, അപ്പൊ ബാബയ്ക്ക് ദുർവികാരങ്ങളെ, കുട്ടികളുടെ ദുർബലതകളെ കൊടുക്കുന്ന കാര്യത്തിൽ കുട്ടികൾ പിശുക്ക് കാണിക്കും. ബാബ ഇത്രയൊക്കെ മാറ്റം ഞാൻ വരുത്തിയല്ലോ, ഇനി അല്പം കൂടിയല്ലേ ഉള്ളൂ, അതൊക്കെ അങ്ങ് ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ ബാബയോട് സംസാരിക്കും. പക്ഷെ അധികാരം അല്ലെങ്കിൽ സമ്പത്ത് എടുക്കുന്ന കാര്യത്തിൽ കുട്ടികൾ അങ്ങനെ പിശുക്ക് കാണിക്കത്തില്ല. അതായത് ബാബ കുറച്ചു തന്നാ മതി കേട്ടോ എന്നൊരിക്കലും കുട്ടികൾ ബാബയോട് പറയാറില്ല. अगर बाप कोई महारथी की स्पेशल खातरी करे तो संगत उठेगा कि हम भी तो अधिकारी है. അപ്പോ ബാബ പറയാണ്, ബാബ ഏതെങ്കിലും ഒരു മഹാരഥി കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ആ കുട്ടിയെ സന്തോഷിപ്പിക്കുമ്പോ ഈ കുട്ടികളുടെ മനസ്സിലിങ്ങനെ സങ്കല്പം ഉണ്ടാകും. അതായത് ബാബയോട് ഈ ആത്മീയ സംഭാഷണം നടത്തിയ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ സങ്കല്പം ഉണ്ടാകും. ബാബ എന്താ ആ കുട്ടിക്ക് മാത്രം സ്പെഷ്യലായിട്ട് സൽക്കാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് സന്തോഷിപ്പിക്കുന്നത് എന്താ, ഞങ്ങളും അധികാരികളാണല്ലോ എന്നുള്ള സങ്കല്പം വരും. ബാബ പറയുന്നു, ലേനേമേ സരാഭി നഹി ചോടെങ്കി. അവർക്ക് കിട്ടണം എന്നുള്ള കാര്യത്തിൽ അല്പം പോലും കുറച്ചു കാണിക്കുന്നില്ല, എല്ലാം കിട്ടണം, മൊത്തം കിട്ടണം. लेकिन देने में थोड़ा थोड़ा कर खत्म कर देंगे.
പക്ഷെ ബാബയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ, അതായത് ആസുരീകതകളെ, ദുർബലതകളെ ബാബയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അല്പം അല്പമൊക്കെ മാറ്റി വെച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും ബാബയ്ക്ക് വിട്ടുകൊടുക്കുകയില്ല. യഹ് എക്കണോമി കർത്തേഹി, കുട്ടികൾ ഈ കാര്യത്തിലാണ് മിതവ്യയം കാണിക്കുന്നത്. അതായത് ബാബയ്ക്ക് തന്റെ ദുർബലകളെ സമർപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ എക്കണോമി പാലിക്കുകയാണ്. ചതുരായുസേ ബാപ്കോ ഭി ദിലാസേ ദേത്തി ഹി, വളരെ സൂത്രശാലികളായിട്ട് ബാബയെ ആശ്വസിപ്പിക്കുകയാണ്. ബാബ ഒക്കെ ശരിയാകും ബാബ, ശരിയാകും ബാബ എന്ന് പറയുന്നു ബാബയോടെ. പിന്നെന്താ, സിറുർ സമ്പന്ന ബൻ ജായെങ്കി ഹോ ജായക, ബാബയെ ആശ്വസിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ബാബ ഞാൻ സമ്പന്നമാകും, സമ്പൂർണമാകും, എല്ലാം നടക്കും ബാബ എന്ന് ബാബയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ജബ് ലേന एक सेकंड का अधिकार है तो देने में भी इतने फ्रागदिल बनो. അപ്പം ബാബ പറയുന്ന എടുക്കുന്ന സമയത്ത് ബാബയിൽ നിന്നും സമ്പത്ത് അല്ലെങ്കിൽ എന്താണോ ഗുണങ്ങൾ, ശക്തികൾ എടുക്കുന്ന സമയത്ത്, ബാബയുടെ പാലന എടുക്കുന്ന കാര്യത്തിൽ 1 സെക്കൻഡിന്റെ അധികാരമാണുള്ളത്. 1 സെക്കൻഡ് കൊണ്ട് എടുക്കാം. പക്ഷെ ബാബ പറയുന്നു ബാബയ്ക്ക് നൽകുന്ന കാര്യത്തിലും അതുപോലെ വിശാല മനസ്ഥിതി ഉള്ളവരായിട്ട് നിങ്ങൾ മാറും. പരിവർത്തൻ കർണേക്ക് ശക്തി ഫുൾ പെർസെന്റേജ് സേ യൂസ് കരോ. അപ്പൊ പരിവർത്തനപ്പെടുത്തുന്ന ആ ശക്തി, കുട്ടികളുടെ പരിവർത്തന ശക്തിയെ പൂർണ്ണമായ ശതമാനത്തിൽ ഉപയോഗിക്കും. तो निरंतर याद को हद लाए हुए इसलिए छत्रछाया में भी नंबर देखे. കൊണ്ട് നിരന്തര ഓർമ്മയെ കുട്ടികൾ, ചില കുട്ടികൾ എന്ത് ചെയ്തു, പരിധിയുള്ള ഓർമ്മയാക്കി മാറ്റി. ഇത്ര സമയം എന്നുള്ള തലത്തിൽ ഓർമ്മയാക്കി മാറ്റി. അതുകൊണ്ട് കുട്ടികൾക്ക് ലഭിച്ച, ബാബയിൽ നിന്ന് ലഭിച്ച ആ തണലിലും നമ്പർ വൈസ് ആയിരുന്നു. नंबर वार होने के कारण माया के वाइब्रेशन, वायुमंडल, व्यक्ति वैभव, സ്വഭാവ സംസ്കാർ വാർ करते हैं. അപ്പൊ ഈ തണൽ, കുട്ടികൾക്ക് ലഭിച്ച തണൽ നമ്പർ വൈസ് ആയത് കാരണം മായയുടെ വൈബ്രേഷൻസ്, വായുമണ്ഡലം, വ്യക്തികളും വൈഭവങ്ങളും സ്വഭാവ സംസ്കാരങ്ങളും ഒക്കെ ഈ കുട്ടികളുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. നിഹിതോ ഛത്രഛായ കെ അന്തർ സദാ സേഫ് രഹ് സക്തേ ഹി, ഇല്ലാന്നുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയാകുന്ന ആ തണലിനുള്ളിൽ, ആ കുടക്കീഴിൽ വളരെ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന കുട്ടികളാണ്. പക്ഷെ കുട്ടികൾ ബാബയുടെ ഓർമ്മയെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട്, നിരന്തര ഓർമ്മ കുട്ടികൾക്കില്ലാത്തത് കൊണ്ട് ആ ഛത്രഛായക്കുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അവിടെയും യുദ്ധം നടന്നുകൊണ്ടിരുന്നു. താജ്ധാരി ഭി ദേഖേ ഛത്രധാരി ഭി ദേഖേ. അപ്പൊ കിരീടധാരികളായിട്ടുള്ള കുട്ടികളെ ബാബ കണ്ടു, അതേപോലെ തണലിലിരിക്കുന്ന, കുട ധരിച്ചിരിക്കുന്ന കുട്ടികളെയും ബാബ കണ്ടു. സാത് സാത് സഭി താജ്ധാരി തക്നഷീൻ ഭി ദേഖി. ഇനി ഈ എല്ലാ കിരീടധാരികളായിട്ടുള്ള കുട്ടികളെയും സിംഹാസനധാരികളായിട്ടും ബാബ കണ്ടു. തക്ത് കോത്തോ ജാൻദേഖോ. അപ്പൊ സിംഹാസനത്തെ കുറിച്ച് കുട്ടികൾക്കറിയാം. ബാക്കെ ദിൽ തക് നഷീൻ, ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനധാരികളാണ്. ലേക്കിൻ യഹ് ദിൽ തക് ഇത്തനാ പ്യോർ ഹേ जो इस तख्त पर सदा बैठी वही सकते हैं जो सदा प्योर है. അപ്പൊ ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനം വളരെ പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഏത് കുട്ടികളാണോ സദാ പവിത്രമായിട്ടിരിക്കുന്നത് ആ കുട്ടികൾക്ക് മാത്രമേ ഈ സിംഹാസനത്തിൽ സദാ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബാപ് തഖ്ത് സേ ഉതാർത്തേ നഹി ലേക്കിൻ സ്വയം ഉതർ ജാത്തേ ഹി. ബാബ കുട്ടികളെ സിംഹാസനത്തിൽ നിന്നും ഇറക്കി വിടുവൊന്നുമില്ല. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അപവിത്രതയിൽ വരുന്നത് കൊണ്ട് സ്വയം ആ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ബാക്കി സബ് ബच्चों को सदा काल के लिए ऑफर है कि सब बच्चे सदा तक मशीन देखो. ബാബ എല്ലാ കുട്ടികൾക്കും സദാകാലത്തേക്കായിട്ട് ഇങ്ങനെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്റെ എല്ലാ കുട്ടികളും സദാകാലം ഹൃദയ സിംഹാസനധാരികളായിട്ടിരിക്കും. लेकिन ऑटोमेटिक कर्म की गति के चक्र प्रमाण सदाकाल वही बैठ सकता है जो सदा फॉलो फादर करने वाले हैं.
പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കർമ്മത്തിന്റെ ഗതിയുടെ ചക്രം അനുസരിച്ച് ആർക്കാണ് സദാകാലം ബാബയുടെ ഹൃദയസിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത്? അതായത് ആരാണോ സദാ ഫോളോ ഫാദർ ചെയ്യുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് മാത്രമേ സദാകാലം ബാബയുടെ ഹൃദയസിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കൂ. संकल्प में भी अपवित्रता व अमर्यादा आ जाती है तो तकनीशियन की बजाय गिरती कला में अर्थात नीचे आ जाते हैं. സങ്കല്പത്തിലെങ്കിലും അപവിത്രതയോ അമര്യാദയോ മര്യാദയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഈ സിംഹാസനധാരി ആകുന്നതിന് പകരം താഴുന്ന കലയിലേക്ക്, ഇറങ്ങുന്ന കലയിലേക്ക്, അതായത് അധപ്പതിച്ചു പോകുന്നു, താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ജൈസെ ജൈസെ കർമ്മ കർത്തേ ഹേ ഉസി അനുസാർ ഉസി സമയ പശ്ചാത്താപ് കർത്തേ ഹേ വ महसूस करते हैं कि तकनीशियन से गिरती कला में आ गई. അപ്പൊ കർമ്മം ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ആ സമയത്ത് ചില കുട്ടികൾ പശ്ചാത്തപിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു, ഞാനിപ്പോൾ ഹൃദയസിംഹാസനത്തിലല്ല ഇരിക്കുന്നത്, ബാബയുടെ ഹൃദയത്തിൽ നിന്നും ഞാൻ താഴുന്ന കലയിലേക്ക് വന്നു പോയി എന്ന് കുട്ടികൾ അനുഭവിച്ചറിയുന്നു. അഗർ കോയി സ്യാദാ ഉൾട്ടാ കർമ്മ ഹോത്താ ഹേ തോ പശ്ചാത്താപ് കി സ്ഥിതി മേ ആ ജാത്തേ ഹേ. അഥവാ കുറച്ച് തലതിരിഞ്ഞ കർമ്മം ചെയ്തു എങ്കിൽ പിന്നീട് പശ്ചാത്താപത്തിന്റെ സ്ഥിതിയിലേക്ക് വന്നു പോകുന്നു. अगर कोई विकर्म नहीं लेकिन व्यर्थ कर्म हो जाता है तो पश्चाताप की स्थिति नहीं लेकिन महसूसता की സ്റ്റേജ് होती है. അഥവാ കുട്ടികളിൽ നിന്നും വികർമ്മം ഉണ്ടായില്ല, പക്ഷെ എന്തെങ്കിലും വ്യർത്ഥകർമ്മങ്ങൾ ഉണ്ടായി എന്ന് വെച്ചു, അപ്പോൾ പശ്ചാത്താപത്തിന്റെ സ്ഥിതി ഉണ്ടാവില്ല, പകരം ഒരു തിരിച്ചറിവ്, ഒരു അനുഭവം ഉണ്ടാകുന്നു, താൻ താഴ്ന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. ബാർ ബാർ व्यर्थ संकल्प महसूसता की स्टेज पर लाता रहेगा कि यह करना नहीं चाहिए. ഇടയ്ക്കിടയ്ക്ക് ഈ വ്യർത്ഥസങ്കല്പം, ഇങ്ങനെ ഒരു വ്യർത്ഥസങ്കല്പത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് റോങ് ഹേ, ഇത് തെറ്റാണ് എന്നുള്ള കാര്യം കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ജൈസെ കാണ്ടേക്ക് സമാൻ ചുസ്താ രഹേഗ, കുട്ടികളുടെ മനസ്സിൽ ഇത് തെറ്റാണെന്നുള്ളത് ഒരു മുള്ളിന് സമാനം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ജഹാം പശ്ചാത്താപ് കി സ്ഥിതി വ महसूसता की स्टेज अनुभव होगी वहां तकनीशियन के नशे की स्टेज नहीं होगी. അപ്പൊ എവിടെ പശ്ചാത്താപത്തിന്റെ സ്ഥിതി ഉണ്ടോ, അല്ലെങ്കിൽ ഈ മുള്ളു കുത്തുന്ന പോലെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടോ, അവിടെ ഈ കുട്ടികൾക്ക് ഹൃദയസിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ലഹരി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഫസ്റ്റ് സ്റ്റേജ് ഹേ തക്നഷി, ഒന്നാമത്തെ സ്ഥിതിയാണ്, സ്റ്റേജാണ് സിംഹാസനധാരി, ബാബയുടെ ഹൃദയസിംഹാസനധാരി. സെക്കൻഡ് സ്റ്റേജ് ഹേ കർണേക്കെ ബാദ് മഹസൂസ്ദാ കി സ്റ്റേജ്, അടുത്ത സ്റ്റേജാണ് കുട്ടികൾ കർമ്മം ചെയ്തതിന് ശേഷം അത് ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിയൽ, ആ സ്ഥിതി. ഇസ്മേ ഭി നമ്പർ ഹേ, ഇതിൽ തന്നെ പല നമ്പറുണ്ട്, പലതരമുണ്ട്. ചില കുട്ടികളാണെങ്കിൽ അവർ ആ തെറ്റായ കർമ്മം ചെയ്തതിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. കോയി കർത്തേ സമയഹി മഹസൂസ് കർത്തേ ഹേ, ചില കുട്ടികളാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ തിരിച്ചറിയുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് താൻ ചെയ്യുന്നത് എന്ന്. അവർ കോയി കർമ്മ ഹോനെ കെ പഹലെ ഹി ക്യാച്ച് കർത്തേ ഹേ കി കുച്ച് ഹോനെ വാലാ ഹേ. എന്നാൽ ചില കുട്ടികളാണെങ്കിൽ കർമ്മം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ടച്ചിങ്സ് കിട്ടാറുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. കോയി തൂഫാൻ ആനേ വാലാ ഹേ, ഏതോ ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാറുണ്ട്. ആനയ്ക്ക് പഹലേഹി മഹസൂസ് കർ ക്യാച്ച് കർ സമാപ്ത് കർ ദേത്തേ ഹേ. അങ്ങനെ നേരത്തെ തന്നെ ടച്ചിങ് കിട്ടുന്നത് കൊണ്ട് ഈ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പായി തന്നെ അത് തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കി സമാപ്തമാക്കുന്നു. സോ സെക്കൻഡ് സ്റ്റേജ് ഹേ മഹസൂസ്ദാക്കി. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്, അനുഭവിച്ചറിയുക എന്നുള്ളതാണ്.
അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് തന്റെ തെറ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ്. തീസരി സ്റ്റേജ് ഹേ പശ്ചാത്താപ് കി, മൂന്നാമത്തെ സ്റ്റേജ് പശ്ചാത്താപത്തിന്റെ സ്റ്റേജാണ്. ഇസ്മേ ഭി നമ്പർ ഹേ, അതിലും പല തരമുണ്ട്, പല നമ്പർ വൈസ് ആണ് കുട്ടികൾ പശ്ചാത്താപത്തിന്റെ കാര്യത്തിലും. കോയി പശ്ചാത്താപ് കെ സാത്ത് പരിവർത്തൻ കർ ലേത്തെ ഹേ, ചില കുട്ടികൾ പശ്ചാത്താപിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവർ കൈ പശ്ചാത്താപ് കർത്തെ ഹേ ലേക്കിൻ പരിവർത്തൻ നഹീ കർ പാത്തെ, എന്നാൽ വേറെ ചില കുട്ടികൾ പശ്ചാത്താപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പരിവർത്തനം ചെയ്യുവാൻ സാധിക്കുന്നില്ല. പശ്ചാത്താപ് ഹേ ലേക്കിൻ പരിവർത്തൻ കി ശക്തി നഹീ ഹേ തോ ഉസ്കെ ലിയേ ക്യാ കരേംഗെ, അവർ പശ്ചാത്തപിക്കുന്നുണ്ട് പക്ഷെ പരിവർത്തനപ്പെടാനുള്ള ശക്തി അവർക്കില്ല. അവർക്ക് വേണ്ടി എന്താ ചെയ്യുക? ഐസേ സമയ പർ വിശേഷ് സ്വയം കെ പ്രതി कोई न कोई व्रत और नियम बनाना चाहिए. അപ്പൊ ബാബ പറയുകയാണ്, അതിനൊരു യുക്തി പറയുകയാണ്. പശ്ചാത്താപം മാത്രം പോരാ, പശ്ചാത്തപിച്ചാലും പരിവർത്തനം കൂടി നടക്കണം. അങ്ങനെ പരിവർത്തനപ്പെടുന്നതിന് വേണ്ടി ബാബ യുക്തി പറയുകയാണ്. അത്തരം സമയങ്ങളിൽ വിശേഷിച്ചും സ്വയത്തെ പ്രതി ഏതെങ്കിലുമൊക്കെ വ്രതം വെക്കണം, അതായത് നിയമം ഉണ്ടാക്കണം. जैसे भक्ति मार्ग में भी अल्पकाल के कार्य की सिद्धि के लिए विशेष नियम और व्रत धारण करते हैं. അപ്പൊ ഭക്തി മാർഗത്തിൽ പോലും അല്പകാലത്തെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിനായി വിശേഷിച്ചു ഏതെങ്കിലും നിയമം അതേപോലെ തന്നെ വ്രതം ഒക്കെ ധാരണ ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. വ്രതത്തെ വൃത്തി പരിവർത്തനം ഹോഗി, വ്രതപ്പെടുത്താൽ വ്രതത്തിൽ കൂടി വൃത്തിയുടെ പരിവർത്തനം ഉണ്ടാകും. വൃത്തി സെ ഭവിഷ്യ ജീവൻ രൂപി സൃഷ്ടി ബദൽ ജായേഗി. വൃത്തിയുടെ പരിവർത്തനത്തിലൂടെ, മനോഭാവത്തിന്റെ പരിവർത്തനത്തിലൂടെ ഭാവിയിലെ ജീവിതമാകുന്ന സൃഷ്ടിയിലും പരിവർത്തനമുണ്ടാകും. क्योंकि विशेष व्रत के कारण बार बार वही शुद्ध संकल्प जिसके लिए व्रत रखा है वह स्वतः याद आता है. അപ്പൊ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്രതമെടുക്കുന്നത് കാരണം, ഒരു പ്രത്യേക കാര്യത്തിന് വ്രതമെടുക്കുന്നത് കാരണം ഇടയ്ക്കിടെ അതേ ശുദ്ധസങ്കല്പങ്ങൾ, ആ എടുക്കുന്ന വ്രതത്തെ കുറിച്ചിട്ടുള്ള ശുദ്ധസങ്കല്പങ്ങൾ സ്വാഭാവികമായി തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് വരും. जैसे भक्त लोग विशेष किसी देवी या देवता का व्रत रखते हैं तो न चाहते भी सारा दिन उसी देवी या देवता की याद आती है और याद के कारण ही बाबा उसी देवी या देवता द्वारा याद की रिटर्न में उनकी आशा पूर्ण कर देते हैं. അപ്പൊ ഭക്തി മാർഗത്തിലാണെങ്കിലും ഭക്തർ വിശേഷിച്ചും ഏതെങ്കിലും ദേവിയുടെയോ ദേവതയുടെയോ പേരിൽ വ്രതമെടുക്കാറുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും മുഴുവൻ ദിവസവും ആ ദേവിയുടെയും അല്ലെങ്കിൽ ദേവന്റെയും ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ദേവിയെ ദേവനെ ഓർമ്മിക്കുന്നത് കാരണം ബാബ ചെയ്യുന്നത് എന്താണ്? ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ രൂപത്തിൽ അവരെ ഓർമ്മിക്കുന്നതിന് പകരമായിട്ട് അവരിൽ കൂടി ആ കുട്ടികളുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്നു. तो जब भक्तों के व्रत का भी फल मिलता है, അപ്പം നോക്കൂ, ഈ ഭക്തർ വ്രതമെടുത്താൽ പോലും അതിന് ഫലം ലഭിക്കാറുണ്ട്. तो ज्ञानी तो आत्मा अधिकारी बच्चों को शुद्ध संकल्प रूपी व्रत का व दृढ़ संकल्प रूपी व्रत का प्रत्यक्ष फल जरूर प्राप्त होगा. അപ്പൊ ഭക്തർക്ക് പോലും അവരുടെ ആശയം ഞാൻ ഫലം തീർച്ചയായിട്ടും പ്രാപ്തമാകും. तो सुना पद्मचीन तो सब देखे लेकिन कोई सदा काल के उधरते चट्टे हुए देखे. ബാബ പറയുന്നു, അപ്പൊ കേട്ടല്ലോ, ഹൃദയ സിംഹാസനധാരികളാണ് എല്ലാ കുട്ടികളും. പക്ഷേ ചൗഥ അലങ്കാർ ക്യാ ദേഖ, നാലാമത്തെ അലങ്കാരം എന്താണ് കണ്ടത്? ബാബ പറയുന്നു, ഹരേക് കെ പാസ് സ്വദർശൻ ചക്ര ദേഖ, ഓരോ കുട്ടികളുടെയും പക്കൽ സ്വദർശന ചക്രം കണ്ടു.
സുദർശൻ ചക്രധാരി ഭി സബ് ഥി. എല്ലാ കുട്ടികളും സുദർശന ചക്രധാരിയുമായിരുന്നു. ലേക്കിൻ കോയി കാ ചക്ര സ്വതഹി ചൽ രഹാ ഥ. എന്നാൽ ചില കുട്ടികളുടെ ചക്രം സദാ കറങ്ങിക്കൊണ്ടേയിരുന്നു. അവർ കോയിക്കോ ചലാന പഡ്ത ഥ. ചിലർക്കാണെങ്കിലോ സുദർശന ചക്രത്തെ കറക്കാൻ ശ്രമിക്കേണ്ടി വന്നു. और कोई फिर कभी कभी राइट तरफ चलाने की बजाय റോങ് तरफ चला लेते थे. എന്നാൽ വേറെ ചില കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് വലതുവശത്തേക്ക് അത് കറങ്ങുന്നതിന് പകരം തെറ്റായ വശത്തേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. जो सुदर्शन चक्र के बजाय माया की चक्री में आ जाते थे. അതായത് സുദർശന ചക്രം ചെയ്യുന്നതിന് പകരം മായയുടെ പലതരത്തിലുള്ള ചക്രങ്ങളിലേക്ക് ചില കുട്ടികൾ വന്നിരുന്നു. ക്യോങ്കി ലെഫ്റ്റ് സൈഡ് ഹോ ഗയാന, റൈറ്റ് സൈഡിലേക്ക് കറക്കുന്നതിന് പകരം സൈഡിലേക്ക് പോയി. സുദർശൻ ചക്രക്ക് ബജായെ പരദർശൻ ചക്ര ചലാ ലേത്തെ ഥി. സുദർശന ചക്രം ചെയ്യുന്നതിന് പകരം കറക്കുന്നതിന് പകരം പരദർശന ചക്രം കറക്കിക്കൊണ്ടേയിരുന്നു. ലെഫ്റ്റ് സൈഡ് ചലാന, ഇതാണ് ഇടതുവശത്തേക്ക് സുദർശന ചക്രം കറക്കുക എന്നത്. മായാജീത് ബന്നെ കെ ബജായെ പർക്കെ ദർശൻ കെ ഉലച്ചൻ കെ ചക്രമേ ആ ജാത്തെ ഥി. അപ്പൊ മായാജീത് ആയിട്ട് മാറുന്നതിന് പകരം സുദർശന ചക്രം വിധിപൂർവം കറക്കുകയാണെങ്കിൽ മായാജീത്ത് ആയിട്ട് മാറും. പക്ഷെ അങ്ങനെ മായാജീത്ത് ആയിട്ട് മാറുന്നതിന് പകരം മറ്റുള്ളവരെ ദർശിക്കുന്ന ആ കഷ്ടപ്പാടിൽ, ആ ബുദ്ധിമുട്ടിൽ കുട്ടികൾ ചക്രം കറക്കിക്കൊണ്ടേയിരുന്നു. ആ പരദർശനത്തിന്റെ ചക്രത്തിൽ മുഴുകിയിരുന്നു. ജിസ്സേ ക്യോം ഔർ ക്യാ കെ ക്വസ്റ്റ്യൻ കി ജാൽ ബൻ ജാത്തി ഹി. ഈ പരദർശനം ചക്രം കറക്കുന്നത് കൊണ്ട് അതിലൂടെ എന്തുകൊണ്ട്, എന്ത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു വലയുണ്ടായി. ജോ സ്വയം ഹി രചിത്തെ ഹേ ഔർ ഫിർ സ്വയം ഹി ഫസ് ജാത്തെ ഹേ. അപ്പൊ അവർ തന്നെ, കുട്ടികൾ തന്നെ പരദർശന ചക്രം കറക്കി എന്തുകൊണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ വലയുണ്ടാക്കി. സ്വയം വലയുണ്ടാക്കുകയും സ്വയം അതിനകത്ത് കുടുങ്ങി പോവുകയും ചെയ്യുന്നു. തോ സുന ക്യാ ക്യാ ദേഖ. അപ്പൊ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ബാബ കണ്ടത് എന്ന്? चारों ही अलंकारों से सजे सजाए हुए थे लेकिन नंबरवार थी. 4 തരത്തിലുള്ള അലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കുട്ടികളെയാണ് ബാബ കണ്ടത്. കുട്ടികൾക്ക് കിരീടമുണ്ടായിരുന്നു, സിംഹാസനം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുടയുടെ തണലുണ്ടായിരുന്നു, അതേപോലെ കയ്യിൽ സുദർശന ചക്രവും ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഈ 4 അലങ്കാരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്പർ വൈസ് ആയിരുന്നു. അബ് ക്യാ കരേംഗെ? ബാബു ചോദിക്കുന്നു, ഇനി എന്താണ് ചെയ്യുക? ബേഹദ് കി ഛത്രഛായ കെ അന്തർ ആ ജാവോ. പരിധി ഇല്ലാത്ത തണലിലേക്ക് നിങ്ങൾ വരൂ. അർത്ഥാത് കഭി കഭി കി യാദ് കാ അന്തർ മിഠാക്കർ നിരന്തർ യാദ് കി ഛത്രഛായ മേ ആ ജാവോ. അതായത് പരിധി ഇല്ലാത്ത തണലിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇടയ്ക്കിടെ ഓർമ്മ എന്നുള്ളതല്ല. പകരം ഇടയ്ക്കിടെ ഓർമ്മിക്കുന്ന ആ രീതി മാറ്റി നിരന്തരം ബാബയുടെ ഓർമ്മയിലേക്ക് വരിക, നിരന്തര ഓർമ്മയാകുന്ന തണലിലേക്ക് വരിക. प्यूरिटी और सेवा के डबल ताज को परसेंटेज और प्रस्ताव में भी बेहद में करो. ഇനി അടുത്തത് ബാബ പറയുന്നു കിരീടത്തിന്റെ കാര്യം. ഡബിൾ കിരീടമാണ്. പവിത്രതയുടെ കിരീടമുണ്ട്, സേവയുടെ കിരീടമുണ്ട്. അപ്പൊ ഈ പവിത്രതയുടെയും സേവയുടെയും കിരീടത്തിന്റെ കാര്യത്തിൽ ശതമാനവും പറച്ചിലും എല്ലാം ബാബ പറയുന്ന പരിധി ഇല്ലാത്തതാക്കി മാറ്റും. അർത്ഥാത് ബേഹദ് ഫൈലി ഹുയി ലൈറ്റ് കെ താജ്ദാരി ബനു. അതായത് പ്യൂരിറ്റിയുടെ കിരീടം വളരെ വിശാല രീതിയിൽ പവിത്രത, പരിധിയില്ലാത്ത പവിത്രത, അതായത് മനസ്സ വാച കർമ്മണ 3ലും സദാ പവിത്രത, അങ്ങനെ വിശാലമായിട്ടുള്ള പ്രകാശ കിരീടധാരിയായി മാറും. ദേനെ ഓർ ലേനെ മേ സെക്കൻഡ് കെ അഭ്യാസി ബൻ സദാ തക്നഷീൻ ബനോ. ഇനി എടുക്കാൻ, ബാബയിൽ നിന്നും എടുക്കാൻ ഉത്സാഹം കാണിക്കുന്നത് പോലെ തന്നെ ബാബയ്ക്ക് തന്റെ ദുർബലതകളെ സമർപ്പിക്കുന്ന കാര്യത്തിലും ഉത്സാഹം കാണിച്ചിട്ട് സെക്കൻഡിൽ കൊടുക്കുന്നതിന്റെയും എടുക്കുന്നതിന്റെയും സെക്കൻഡിൽ അഭ്യാസിയായിട്ട് മാറി സദാ ഹൃദയ സിംഹാസനധാരിയായി മാറും. ചട്നി और उतरने में थक जाएंगे.
കിരീടത്തെ സിംഹാസനത്തിൽ ഇടയ്ക്ക് കയറിയിരിക്കുക, ഇടയ്ക്ക് ഇറങ്ങുക, അങ്ങനെ കയറിയും ഇറങ്ങിയിരുന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. സദാ ബേഹക്കെ രുഹാനി ആരാമേ തക് നശീൻ രഹോ. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് ഇറങ്ങുകയും ചെയ്യാതെ ക്ഷീണിക്കാതെ സദാ ബാബയുടെ ഹൃദയ സിംഹാസനമാകുന്ന ആ ആത്മീയമായ വിശ്രമ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കും. അർത്ഥാത് നിർബന്ധൻ ആത്മാക്കെ ആരാംഗി സ്ഥിതിമേ രഹു. അതായത് അതിന്റെ അർത്ഥം നിർബന്ധന ആത്മാ, അതായത് എവിടെയും ബന്ധിക്കപ്പെടാത്ത ഒരു ആത്മാവിന്റെ വിശ്രമത്തിന്റെ സ്ഥിതിയിൽ നിങ്ങൾ ഇരിക്കും. ബന്ധനമില്ലാത്തത് കൊണ്ട് അലയേണ്ട ആവശ്യം വരില്ല. അപ്പൊ സദാ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കും. നോളജ്ഫുൾ മാസ്റ്റർ ഹോ സദാ और സുദർശൻ ചക്ര ഫിരാത്തെ രഹോ. അപ്പൊ നോളജ്ഫുൾ എന്നതിൽ നിങ്ങൾ മാസ്റ്റർ ആണ്. അതേപോലെ അതുകൊണ്ട് സദാ സ്വതവേ തന്നെ സുദർശന ചക്രം നിങ്ങൾ കറക്കിക്കൊണ്ടേയിരിക്കും. പരദർശൻ ചക്ര ക്യോ ക്യാ കെ ക്വസ്റ്റ്യൻ കി ജാസെ സദാ മുക്ത ഹോ ജാവോ. അപ്പൊ പരദർശന ചക്രം, അതായത് എന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യങ്ങളുടെ വലയിൽ നിന്നും നിങ്ങൾ സദാ മുക്തമാകൂ. തോ ക്യാ ഹോഗ. അങ്ങനെ സദാ ആ വലയിൽ നിന്ന് മുക്തമായാൽ എന്ത് സംഭവിക്കും? സദാ യോഗയുക്ത് ജീവൻ മുക്ത് ചക്രവർത്തി ബൻ ബാബ കെ സാത്ത് വിശ്വ കല്യാൺ കി സേവാ മേ ചക്ര ലഗാത്തെ രഹേംഗെ. അപ്പോ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളുടെ വല, അതായത് പരദർശന ചക്രത്തിന്റെ വലയിൽ നിന്നും കുട്ടികൾ മുക്തമാകുകയാണെങ്കിൽ സദാ യോഗയുക്തരായി ജീവൻ മുക്തരായി ചക്രവർത്തിയായി മാറി ബാബയോടൊപ്പം വിശ്വമംഗള സേവയിൽ ചുറ്റിക്കറങ്ങാൻ സാധിക്കും. വിശ്വസേവാധാരി ചക്രവർത്തി രാജാ ബൻ ജായെങ്കിൽ, എവിടെയും ബന്ധനമില്ല എങ്കിൽ വിശ്വസേവാധാരി ചക്രവർത്തി രാജാവായിട്ട് മാറുവാൻ സാധിക്കും. ഐസേ സദാ അലങ്കാരി, ഇങ്ങനെയുള്ള സദാ അലങ്കാരി സദാ സുദർശന ചക്രധാരി माया के हर स्वरूप को मास्टर नॉलेजफुल സ്റ്റേജ് पर स्थित हो पहले ही परखने वाले. മായയുടെ ഓരോ സ്വരൂപങ്ങളെയും മാസ്റ്റർ നോളജ്ഫുൾ എന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ തിരിച്ചറിയുന്ന അനേക പ്രകാർക്കെ മായക്കെ വാർക്കോ സമാപ്തകർ, അനേക തരത്തിലുള്ള മായയുടെ യുദ്ധത്തെ സമാപ്തമാക്കി മായാക്കോ ബലിഹാർ ബനാനെ വാലെ, മായയെ നമ്മുടെ മുന്നിൽ ബലിയർപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്ന ബാക്കെ ഗളേക്കെ ഹാർ ബന്നെ വാലെ, ബാബയുടെ കഴുത്തിലെ മാലയായി മാറുന്ന അവിനാശി സർവ സംബന്ധോങ്കി സദാ പ്രീതി കി രീതി നിഭാനെ വാലെ, അവിനാശിയായിട്ടുള്ള സർവ സംബന്ധങ്ങളുടെയും സ്നേഹം സദാ നിറവേറ്റുന്ന ഐസേ ബാബ് സമാൻ ബച്ചോങ്കോ, ഇങ്ങനെയുള്ള ബാബയ്ക്ക് സമാനമായിട്ടുള്ള കുട്ടികൾക്ക് ബാബ് ദാദാക്ക യാദ് പ്യാർ അവർ നമസ്തേ, ബാബ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. അതാണ് ബാബയുടെ മഹാവാക്യങ്ങൾ. ഓം ശാന്തി.